തീയതി 30/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. മധുരമായ കുട്ടികളെ, തൻ്റെ സർവ്വതും ഈശ്വരീയ സേവനത്തിൽ സഫലമാക്കി ഭാവി തയ്യാറാക്കൂ. കാരണം മൃത്യു ശിരസിന്മേലുണ്ട്. ചോദ്യം: ജ്ഞാനം കേട്ടിട്ടും കുട്ടികളിൽ അതിൻ്റെ ധാരണ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഉത്തരം: കാരണം വിചാരസാഗര മഥനം ചെയ്യുവാൻ അറിയില്ല. ബുദ്ധിയോഗം ദേഹത്തിലും ദേഹത്തിൻ്റെ സംബന്ധങ്ങളിലും തൂങ്ങിക്കിടക്കുകയാണ്. ആദ്യം എപ്പോഴാണോ ബുദ്ധിയിൽ നിന്നും മോഹം മാറുന്നത്, അപ്പോഴാണ് എന്തെങ്കിലും ധാരണയും ഉണ്ടാകുന്നത്. പൂർണ്ണമായും വാനരനാക്കി മാറ്റുന്ന ഒന്നാണ് മോഹം. അതിനാൽ ബാബ കുട്ടികളെ ഏറ്റവും ആദ്യത്തെ വാഗ്ദാനം ഓർമ്മിപ്പിക്കുന്നു: ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറക്കൂ, എന്നെ ഓർമ്മിക്കൂ. ഗീതം ഭോലാനാഥിനേക്കാൾ വേറിട്ട്. ഓം ശാന്തി. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. കേടായിപ്പോയവരെ നേരെയാക്കുന്നവൻ എന്ന് പരിധിയില്ലാത്ത ബാബയെ തന്നെയാണ് പറയുന്നത്. കൃഷ്ണന് കേടായിപ്പോയവരെ നേരെയാക്കുവാൻ സാധിക്കില്ല. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനല്ല, ശിവനാണ്. ശിവബാബ രചയിതാവാണ്, കൃഷ്ണൻ രചനയാണ്. സ്വർഗത്തിൻ്റെ സമ്പത്ത് നൽകുന്നയാൾ സ്വർഗത്തിൻ്റെ രചയിതാവ് തന്നെയായിരിക്കും. ഇത് തന്നെയാണ് ഭാരതത്തിൻ്റെ മുഖ്യമായ വലുതിലും വലിയ തെറ്റ്. ശ്രീകൃഷ്ണനെ ബാബ എന്നാർക്കും പറയാൻ സാധിക്കില്ല. സമ്പത്ത് ബാബയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഭാരതത്തിന് തന്നെയാണ് ലഭിച്ചിരുന്നത്. ഭാരതത്തിൽ തന്നെയാണ് രാജകുമാരനായ ശ്രീകൃഷ്ണനും രാജകുമാരിയായ രാധയും പാടപ്പെട്ടിട്ടുള്ളത്. മഹിമ ഉയർന്നതിലും ഉയർന്ന ഒരു ബാബയുടേതാണ്. ശ്രീകൃഷ്ണൻ ഉയർന്നതിലും ഉയർന്ന രചനയാണ്, വിശ്വത്തിൻ്റെ അധികാരിയാണ്. അതിനെ പറയുന്നത് സൂര്യവംശി ഡീറ്റി ഡിനാസ്റ്റി എന്നാണ്. ഗീത ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ശാസ്ത്രമാണ്. സത്യയുഗത്തിലാണെങ്കിൽ ആർക്കും ജ്ഞാനം കേൾപ്പിച്ചിട്ടില്ല. സംഗമത്തിൽ തന്നെയാണ് ബാബ കേൾപ്പിച്ചിരിക്കുന്നത്. ചിത്രങ്ങളിലും ആദ്യം ഇത് സിദ്ധമാക്കണം. രണ്ടിൻ്റെയും ചിത്രം കൊടുക്കുന്നു. ഗീതയുടെ ഭഗവാൻ രചയിതാവാണ്, പുനർജന്മരഹിതനാണ്, അല്ലാതെ രചനയായ ശ്രീകൃഷ്ണനല്ല. നിങ്ങൾക്കറിയാം, ശിവബാബ തന്നെയാണ് വജ്രതുല്യം ആക്കുന്നത്. വജ്രതുല്യം കവടി തുല്യം എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. കുട്ടികളുടെ ബുദ്ധിയിൽ ഇത് ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബയുടെ ആജ്ഞയാണ്: നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, സമ്പത്തിനെ ഓർമ്മിക്കൂ. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. കൃഷ്ണനാണെങ്കിൽ പരിധിയുള്ള അധികാരിയാണ്, വിശ്വത്തിൻ്റെ രാജാവാകുന്നു. ശിവബാബയാണെങ്കിൽ രാജാവാകുന്നില്ലല്ലോ. ഗീതയ്ക്ക് വാസ്തവത്തിൽ വലിയ മഹിമയുണ്ട്. അതോടൊപ്പം ഭാരതത്തിനും മഹിമയുണ്ട്. ഭാരതം സർവധർമ്മങ്ങളുടെയും വലിയ തീർത്ഥസ്ഥാനമാണ്. കേവലം കൃഷ്ണന്റെ നാമം വെച്ചത് കാരണം മുഴുവൻ മഹത്വവും പറന്നുപോയി. ഇത് കാരണം തന്നെയാണ് ഭാരതം കവടി തുല്യമായത്. ഡ്രാമ അനുസരിച്ച് തന്നെയാണ്. എന്നാൽ ജാഗ്രത വരുത്തേണ്ടതുണ്ട്. ബാബ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ദിനം പ്രതിദിനം ഗുഹ്യ കാര്യങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ പഴയ ചിത്രങ്ങൾ മാറ്റി മറ്റൊന്നുണ്ടാക്കേണ്ടി വരും. ഇത് അവസാനം വരെയും നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കുട്ടികൾ ബുദ്ധിയിൽ നല്ല രീതിയിൽ വെക്കേണ്ടതാണ്. ശിവബാബ നമുക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാവുകയില്ല. കൃഷ്ണൻ സർവശക്തിവാനല്ല, സർവശക്തിവാൻ ബാബയാണ്. സമ്പത്തും ആ ഒന്നാണ് നൽകുന്നത്. മനുഷ്യർ കൃഷ്ണനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ശരി, കൃഷ്ണനാണ് പറഞ്ഞത് എന്ന് വിചാരിക്കൂ. കൃഷ്ണനും പറയുന്നു, ദേഹത്തിൻ്റെ സംബന്ധം ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവ് പിതാവിനെ ഓർമ്മിക്കുമല്ലോ.
കൃഷ്ണനാണെങ്കിൽ സർവ ആത്മാക്കളുടെയും പിതാവല്ല? ഇവയെല്ലാം വിചാരസാഗര മഥനം ചെയ്ത് ബുദ്ധിയിൽ ധാരണ ചെയ്യേണ്ടതാണ്. ചിലരൊക്കെ മോഹത്തിൽ കുടുങ്ങുന്നത് കാരണം പിന്നെ ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പാടി വന്നത് മറ്റു കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് താങ്കളുമായി കൂട്ടുകെട്ട് യോജിപ്പിക്കും. എൻ്റേത് ഒന്നാണ്, രണ്ടാമതായി ആരുമില്ല എന്നാണ്. പക്ഷേ മോഹം പൂർണ്ണമായും വാനരനാക്കി മാറ്റുന്ന ഒന്നാണ്. വാനരനിൽ മോഹവും ലോഭവും വളരെയധികമുണ്ട്. ധനികർക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ഈശ്വരീയ സേവനത്തിൽ വിനിയോഗിക്കൂ, ഭാവി ഉണ്ടാക്കൂ. എന്നാൽ വാനരനെ പോലെ തൂങ്ങിക്കിടക്കുന്നു, ഉപേക്ഷിക്കുന്നില്ല. ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ സംബന്ധം തുടങ്ങി ഏതെല്ലാം ഉണ്ടോ അവയിൽ നിന്നും ബുദ്ധിയോഗം മാറ്റൂ. ബാബയുടെ ശ്രീമതനുസരിച്ച് നടക്കൂ. നിങ്ങൾ പറയുന്നു, ഈ ധനം, കുട്ടികൾ തുടങ്ങിയവ എല്ലാം ഈശ്വരനാണ് നൽകിയത് എന്ന്. ഇപ്പോൾ ആ ഒന്ന് സ്വയം വന്നിരിക്കുകയാണ്. പറയുന്നു, നിങ്ങളുടെ ഈ ധന സമ്പത്തുക്കളും മറ്റുമെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. ചിലരുടേത് പൊടിയിൽ അമർന്നിരുന്നു. എർത്ത് മറ്റും ഉണ്ടാകും. ഇവയെല്ലാം സമാപ്തമാകും. എയ്റോപ്ലെയിൻ വീഴുന്നു, അപ്പോൾ തീ പിടിക്കുന്നു. ആദ്യം കള്ളന്മാർ തള്ളിക്കയറുന്നു, പോലീസ് വരുന്നത് വരെയും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, ദേഹധാരികളിൽ നിന്നും മോഹം മാറ്റേണ്ടതാണ്. മോഹജീതാകണം. ദേഹാഭിമാനമാണ് ഏറ്റവും ആദ്യത്തെ നമ്പർ 1 ശത്രു. ദേവതമാർ ദേഹി അഭിമാനിയാണ്. ദേഹ അഭിമാനം വരുന്നതിലൂടെ തന്നെയാണ് വികാരങ്ങളിൽ കുടുങ്ങുന്നത്. നിങ്ങൾ പകുതി കൽപ്പം ദേഹാഭിമാനി ആയിരിക്കുന്നു. ഇപ്പോൾ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ഏതെല്ലാം മനുഷ്യരുണ്ടോ അവർ തീർത്തും ഈ കാര്യങ്ങളെ അറിയുന്നില്ല, പരമാത്മാവിനെയും അറിയുന്നില്ല. ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? ആത്മാവ് എത്ര ജന്മങ്ങൾ എടുക്കുന്നു? എങ്ങനെ പാർട്ട് അഭിനയിക്കുന്നു? നമ്മൾ ആക്ടേഴ്സാണ്, ഇതാർക്കും അറിയില്ല. അതിനാൽ ഓർഫൻ അഥവാ അനാഥർ എന്ന് പറയുന്നു. ആത്മാവ് ജ്യോതിയിൽ ലയിച്ചു ചേരുന്നു എന്നവർ പറയുന്നു. പക്ഷേ ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൽ തന്നെയാണ് 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുള്ളത്. ആത്മാവ് സ്റ്റാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നു. ബാബയെ തീർത്തും അറിയുന്നില്ല. ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഭൃഗുടിയുടെ മധ്യത്തിൽ നക്ഷത്രം തിളങ്ങുന്നു എന്ന്. പരമാത്മാവിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ആ ഒന്നിനെ പരം ആത്മാ എന്ന് പറയുന്നു. ആ ഒന്നും പരംധാമത്തിൽ വസിക്കുന്നു. ആ ഒന്നും ബിന്ദുവാണ്. കേവലം പുനർജന്മരഹിതമാണ്. ആത്മാക്കൾ പുനർജന്മത്തിൽ വരുന്നു. പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് ജ്ഞാനത്തിൻ്റെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം, പവിത്രതയുടെ സാഗരം എന്നാണ്. ദേവതമാർക്ക് ഈ സമ്പത്ത് ആരാണ് നൽകിയത്? ബാബ. സർവഗുണ സമ്പന്നവും 16 കലാ സമ്പൂർണവുമായ ഈ ദേവതമാരെ പോലെ ഇപ്പോൾ ആരും തന്നെയില്ല. അവർക്ക് ഈ സമ്പത്ത് എങ്ങനെ ലഭിച്ചു? ഇതാർക്കും അറിയില്ല. ബാബ തന്നെ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിനെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. ഈ സമയം വന്ന് ജ്ഞാനം നൽകുന്നു, പിന്നെ പ്രായേണ ലോപിക്കുന്നു. പിന്നെ നടക്കുന്നത് ഭക്തിയാണ്. അതിനെ ജ്ഞാനം എന്ന് പറയുവാൻ കഴിയില്ല. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. എപ്പോഴാണോ ദുർഗതി ഉണ്ടാകുന്നത് അപ്പോഴാണ് സർവരുടെയും സദ്ഗതിദാതാവായ ജ്ഞാനത്തിൻ്റെ സാഗരം വരുന്നത്. ബാബ തന്നെ വന്ന് ജ്ഞാന സ്നാനം ചെയ്യിക്കുന്നു. അതാകട്ടെ ജലത്തിൻ്റെ സ്നാനമാണ്. അതിലൂടെ സദ്ഗതി ഉണ്ടാവുകയില്ല. ഈ അല്പം കാര്യങ്ങൾ ധാരണ ചെയ്യേണ്ടതാണ്. മുഖ്യമായി ഉള്ള നല്ല നല്ല ചിത്രങ്ങൾ വലുതാക്കേണ്ടത് ആവശ്യമാണ്. അത് ആർക്കെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാകും.
വളരെ വലിയ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. ചിത്രം ഉണ്ടാക്കുന്നവരും ഇത് ബുദ്ധിയിൽ വെക്കേണ്ടതാണ്. ആർക്കെങ്കിലും ക്ഷണം നൽകി വിളിക്കണം. വന്ന് പരംപിതാ പരമാത്മാവിൻ്റെ പരിചയമെടുക്കൂ. ഭാവിയിലെ 21 ജന്മത്തേക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കൂ. സഹോദരി സഹോദരന്മാരെ, പാരലൗകിക പിതാവിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സ്വരാജ്യം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് വന്ന് മനസ്സിലാക്കൂ. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സമ്പത്ത് നേടാൻ പഠിക്കൂ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമേയില്ല. ഹേ പതീത പാവന വരൂ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയും പറയുന്നു, കാമം മഹാശത്രുവാണ്. പാവന ലോകത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പവിത്രമാകണം. ആരാണോ വികാരത്തിലൂടെ ജന്മമെടുക്കുന്നത് അവരെ പതീതർ എന്ന് പറയുന്നു. സത്യത്രേതായുഗത്തിൽ വിഷം ഉണ്ടായിരിക്കുന്നില്ല. അതിനെ പറയുന്നത് തന്നെ സമ്പൂർണ്ണ നിർവികാരി ലോകം എന്നാണ്. വികാരമേ ഇല്ല. പിന്നെ കുട്ടികൾ എങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് നിങ്ങൾ എന്തിനു ചോദിക്കുന്നു? നിങ്ങൾ നിർവികാരിയാകൂ. കുട്ടി എങ്ങനെ ഉണ്ടാകണമോ അതേപോലെ നടക്കും. നിങ്ങൾ ഇത് ചോദിക്കുന്നത് തന്നെ എന്തിനാണ്? നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ജന്മജന്മാന്തരത്തെ വികർമ്മം വിനാശമാകും. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. അതാണ് പുണ്യാത്മാക്കളുടെ ലോകം. ഇത് നല്ല രീതിയിൽ ബുദ്ധിയിലിരുത്തണം. ഭക്തിയുടെ ഫലം ഭഗവാൻ വന്നു നൽകുന്നു. ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ചെയ്ത് സ്വർഗത്തിൻ്റെ അധികാരി ആക്കുന്നത്. ബാബ പറയുന്നു, ഇപ്പോൾ പവിത്രമാകൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതാണ് മഹാമന്ത്രം. ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും ലഭിക്കും. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സദോ പ്രധാനമായി മാറും. ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ദിനം പ്രതിദിനം ഓരോ സാധനവും മെച്ചപ്പെടുന്നു. ഇതിൽ ക്ലിയറായി എഴുതണം. ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന. എപ്പോഴാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ആരാണോ പവിത്രമാകുന്നത് അവർ തന്നെയാണ് പവിത്ര ലോകത്തിൽ വരുന്നത്. എത്രത്തോളം ശക്തി നിങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമോ അത്രയും ആദ്യം വരും. എല്ലാവരും ഒരുമിച്ച് വരികയില്ല. സത്യയുഗത്തിലും ത്രേതായിലും ദേവീദേവന്മാർ വളരെ കുറവായിരിക്കും എന്നതും അറിയുന്നു. പിന്നീട് വർധനവുണ്ടാകുന്നു. പ്രജയാണെങ്കിൽ അനേകമുണ്ടാകും. വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരും വേണം. പറയൂ, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും വന്ന് സമ്പത്തെടുക്കൂ. ഹേ ബാബ എന്ന് ആരെയാണോ വിളിക്കുന്നത് ആ ഒന്നിൻ്റെ വാസ്തവിക നാമം തന്നെ ശിവൻ എന്നാണ്. ഈശ്വരൻ എന്നും പ്രഭു എന്നും ഭഗവാൻ എന്നും പറയുന്നതിലൂടെ അത് പിതാവാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ആ ഒന്നിൽ നിന്നും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ശിവബാബ എന്ന് പറയുന്നതിലൂടെ സമ്പത്ത് ഓർമ്മ വരുന്നു. ആ ഒന്നിനെക്കുറിച്ച് ശിവ പരമാത്മായ നമ എന്ന് പറയുന്നു. പരമാത്മാവിൻ്റെ നാമം പറയൂ. നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒന്നും തന്നെയില്ല. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാണ്. കേവലം ശിവായ നമ എന്നല്ല പറയേണ്ടത്, ശിവ പരമാത്മായ നമ. ഓരോ വാക്കും വളരെ നല്ല രീതിയിൽ ക്ലിയറായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശിവായ നമ എന്ന് പറയുന്നതിലൂടെ പിതാവിൻ്റെ രസം വരുന്നില്ല. മനുഷ്യരാകട്ടെ എല്ലാ നാമങ്ങളും തൻ്റെ മേൽ വച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുന്നില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരനെയും ദേവത എന്നാണ് പറയുന്നത്. രചയിതാവായ ബാബ ഒരേ ഒരു നിരാകാരനാണ്. എങ്ങനെയാണോ ലൗകിക അച്ഛൻ കുട്ടികളെ രചിക്കുകയും സമ്പത്ത് നൽകുകയും ചെയ്യുന്നത്, അതേപോലെ പരിധിയില്ലാത്ത ബാബയും സമ്പത്ത് നൽകുന്നു. ഭാരതത്തെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. മുഴുവൻ ലോകത്തിൻ്റെയും പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ഇത് ആരും അറിയുന്നില്ല. നമ്മുടെ ധർമ്മസ്ഥാപകനും ഈ സമയം പതീതമാണ്, ശ്മശാനത്തിലാണ്. ഇപ്പോൾ സർവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. ബാബ തന്നെ വന്ന് സർവരെയും ഉയർത്തും.
വിധി നിർണയത്തിൻ്റെ സമയത്തു തന്നെയാണ് ഈശ്വരൻ അഥവാ ഭഗവാൻ വരുന്നത്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. സാഗരൻ്റെ കുട്ടികൾ ഭസ്മമായി പോയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതായത് കാമചിതയിലിരുന്ന് കറുത്ത് അയണേഷ്ഡായി പോയിരുന്നു. പിന്നെ എങ്ങനെ സുന്ദരമാകും? ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിലൂടെ. യോഗം എന്ന വാക്ക് പറയുന്നതിലൂടെ മനുഷ്യർ കുഴങ്ങിപ്പോകുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ അന്തുമതി സ്വഗതി ഉണ്ടാകും. എത്ര സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ബുദ്ധിയിലിരിക്കുന്നില്ല? ദേഹാഭിമാനം വളരെയധികമുണ്ട്. അതിനാൽ ധാരണ ഉണ്ടാകുന്നില്ല. ബാബ വളരെ നല്ല യുക്തി പറഞ്ഞു തരുന്നു. ആരെയാണോ ഓർമ്മിക്കുന്നത്, ആ പരിധിയില്ലാത്ത ബാബ വന്ന് എന്താണ് ചെയ്തത്? ഭാരതത്തെ സ്വർഗമാക്കിയിരുന്നു. പരിധിയുള്ള സമ്പത്താണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി എടുത്തു വന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും 21 ജന്മത്തേക്ക് പരിധിയില്ലാത്ത സമ്പത്തെടുക്കൂ. സത്യയുഗത്തിലും ത്രേതായിലും ദേവതമാർ രാജ്യം ഭരിച്ചിരുന്നു. സൂര്യവംശി, പിന്നെ ചന്ദ്രവംശി, വൈശ്യവംശി, പിന്നെ ശൂദ്രവംശി. സോ എന്ന വാക്കിലൂടെ സിദ്ധമാകുന്നത് അവർ തന്നെ പുനർജന്മമെടുക്കുന്നു, വർണ്ണങ്ങളിൽ വരുന്നു എന്നാണ്. ബാബ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ മുന്നിലിരിക്കുകയാണ്, അപ്പോൾ സന്തോഷമുണ്ടാകുന്നു. ചിലരുടെയൊക്കെ ഭാഗ്യത്തിലില്ല, അപ്പോൾ സർവീസ് ചെയ്യുന്നില്ല. സർവീസ് ചെയ്യുകയാണെങ്കിൽ പേരുണ്ടാകും. ബാബയുടെ കുട്ടികൾ എത്ര സമർത്ഥരാണ്, എല്ലാ കാര്യവും ചെയ്യുന്നു എന്ന് പറയും. നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് നൽകുന്നു, ഈ സാമഗ്രിയും നൽകുന്നു. ഈ ചിത്രം അന്ധന്മാരുടെ മുന്നിലെ കണ്ണാടിയാണ്. ഇതിൽ ഇന്ദ്രജാലത്തിൻ്റെ കാര്യമേ ഇല്ല. പവിത്രതയുടേതാണ് മുഖ്യമായ കാര്യം. ഇത് അന്തിമ ജന്മമാണ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും പവിത്രമാകണം എന്നത് മനസ്സിലാക്കുന്നുണ്ട്. വിനാശം മുന്നിൽ നിൽക്കുന്നു, തീർച്ചയായും പാവനമാകേണ്ടി വരും. സന്യാസിമാർ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു പാവനമാകുന്നതിനായി. ബാബ പറയുന്നു, വിനാശം മുന്നിൽ നിൽക്കുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ തോണി മറുതീരത്ത് എത്തിച്ചേരും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിനാശത്തിന് മുമ്പേ തൻ്റെ സർവ്വതും സഫലമാക്കണം. ഇത് വിധി നിർണയത്തിൻ്റെ സമയമാണ്. അതിനാൽ തീർച്ചയായും പാവനമാകണം. ദേഹധാരികളോടുള്ള മോഹം മാറ്റി മോഹജീത്താകണം. ദേഹാഭിമാനമാകുന്ന ആദ്യ നമ്പറിലെ ശത്രുവിൻ്റെ മേൽ വിജയം നേടണം. മറ്റെല്ലാ കൂട്ടുകെട്ടും ഉപേക്ഷിച്ച് ബാബയുമായി ബുദ്ധിയോഗം ചേർക്കണം. വരദാനം: ഓർമ്മയുടെ മന്ത്രത്തിലൂടെ സങ്കല്പത്തിലും കർമ്മത്തിലും അവിനാശി സിദ്ധി പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ ഓൾമൈറ്റി ഗവൺമെൻറ്റിൻ്റെ മെസ്സഞ്ചറാണ്. അതിനാൽ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതിൽ തൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യരുത്. ഓർമ്മയുടെ മന്ത്രം യൂസ് ചെയ്യണം. ഏതുപോലെ ആരെങ്കിലും വാക്കുകളിലൂടെയോ മറ്റേതെങ്കിലും രീതിയിലൂടെയോ വശപ്പെടുന്നില്ലെങ്കിൽ മന്ത്രപ്രയോഗം ചെയ്യുന്നു. താങ്കളുടെ അടുക്കൽ ആത്മീയ ദൃഷ്ടിയുടെ നേത്രവും മന്മനാഭവയുടെ മന്ത്രവും ഉണ്ട്. അതിലൂടെ തൻ്റെ സങ്കല്പങ്ങളെ സിദ്ധമാക്കി സിദ്ധി സ്വരൂപം ആകുവാൻ സാധിക്കും. സ്ലോഗൻ: ആക്ഷൻ കോൺഷ്യസ് ആകുന്നതിന് പകരം സോൾ കോൺഷ്യസ് ആകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏകരസം എന്നതിൻ്റെ അർത്ഥം പുരുഷാർത്ഥത്തിൻ്റെ വേഗത സദാ ഒരേപോലെ ആയിരിക്കണം എന്നല്ല.
ഏകരസം എന്നാൽ സദാ പറക്കുന്ന കലയുടെ അനുഭവം ഉണ്ടായിരിക്കുക. സർവ സംബന്ധങ്ങളുടെയും അവിനാശി ബന്ധം ഒന്നുമായി യോജിച്ചിട്ടുണ്ടായിരിക്കണം. ഒരു ബാബ, രണ്ടാമതാരുമില്ല, ഈ ദൃഢസങ്കല്പം ഉണ്ടായിരിക്കണം. ഒരു ബന്ധം പോലും കുറഞ്ഞു പോകരുത്. സർവ സംബന്ധങ്ങളുടെയും ചരട് ഒന്നുമായി ബന്ധിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ ഏകരസസ്ഥിതി സ്വതവേ നിലനിൽക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈ
ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.